അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ട് വേഗം മുറിച്ചെടുക്കാൻ പറ്റുന്ന പോലെ ആദ്യം കട്ടിയൊന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്, എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇത് കുഴപ്പമൊന്നുമില്ല, നല്ലോണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആശീർവാദിൻ്റെ ആട്ടയാണ് എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പം വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ചുട്ടെടുക്കുന്ന നോൺ സ്റ്റിക്കില്ല, അപ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ 4 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് ചൂടുവെള്ളം ചേർത്തൊന്ന് കുഴച്ച് വെക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്ന് ഇളക്കി, ഒരു സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ നല്ല മയത്തി കുഴച്ചെടുക്കണം. നല്ല പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ നല്ലപോലെ കുഴച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല മയത്തിലൊന്നാക്കിയിട്ട് ചെറിയ ഉരുളയാക്കി മാറ്റി വെക്കാം. ഇതിപ്പോൾ നമുക്ക് ചെറിയ ഉരുളയാക്കി എടുക്കാം. ഞാൻ ഏകദേശം ഒരു 10 ചപ്പാത്തി ഉണ്ടാക്കാവുന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇനി പരത്തി വെക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് എനിക്കൊരു വശമില്ല. ഞാനതുകൊണ്ട് 2-3 എണ്ണം പരത്തിയിട്ട് ബാക്കി പിന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എനിക്കിത് ആ ഒരു വശം ശരിയാകുന്നില്ല അങ്ങനെ വെച്ച് ചെയ്യുമ്പം. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഏകദേശം പരത്തി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിൽ ചുട്ടെടുക്കാം. എണ്ണ ഒട്ടും ഉപയോഗിക്കുന്നില്ല. നല്ലപോലെ പൊങ്ങിയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതെന്നു വെച്ചാൽ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒരു ടിപ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തത്. അപ്പം ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ആരെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു അറിവായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ചൂടുവെള്ളത്തിൽ കുഴച്ച് എത്ര സോഫ്റ്റായിട്ട് കിട്ടുമെന്നുള്ളത്. അപ്പം എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. ആദ്യം എന്നാലും കല്ലിലിടാണ്ടിരുന്ന് തിരിച്ച് മറിച്ചിട്ടുകൊണ്ടിരുന്നാൽ ചപ്പാത്തിയും കട്ടി പിടിക്കില്ല, കട്ടി പിടിക്കില്ല. അപ്പോൾ നല്ല മയത്തിൽ തന്നെ ഇരുന്നോളും. എൻ്റെ പൊങ്ങി വരുന്നുണ്ട്, നല്ലപോലെ പൊങ്ങി കിട്ടും ചിലപ്പം. ഇച്ചിരി നല്ല തീയിൽ തന്നെ ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ചപ്പാത്തിക്ക് ഇന്ന് മസാലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മസാലക്കറി ഇന്ന് മിക്സഡ് വെജിറ്റബിൾ ഇട്ടിട്ട് അങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്. മിക്സഡ് വെജിറ്റബിൾ എന്ന് വെച്ചിട്ട് അതിനകത്ത് ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കറി നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ചപ്പാത്തി ആക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം വേഗം വേഗം ഒന്ന് ചുട്ടെടുത്തിട്ട് പിന്നെ വേറെ ഇത്രയേ ഉള്ളൂ ചപ്പാത്തിക്ക് പണി. വേറെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പരത്താനൊക്കെ ഉള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എപ്പോഴും ഏകദേശം ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പരത്തുന്ന കൂടത്തിൽ തന്നെ ചുട്ടെടുക്കുന്നവരുമുണ്ട്. എനിക്ക് അതൊന്നും വശമില്ല. അപ്പം ഞാനിതെല്ലാം ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറിയും ചപ്പാത്തി ഇതാണ്. ചെറിയ സാലഡും ഉണ്ടായിരുന്നു, ഉള്ളിയും വിനാഗിരി ഒഴിച്ചിട്ട് ചെറിയ സാലഡും.